സ്റ്റിച്ച് വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ആരിയിൽ ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്നതെന്നും എൻ്റെ നോട്ട് എങ്ങനെയാണ് ഇടുന്നതെന്നും നോക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെയുള്ള സ്ട്രെയിറ്റ് ഡിസൈൻസിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ആദ്യം. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ കേർവ്സും അതേപോലെ സർക്കിൾസും ഒക്കെ വരുന്ന ഡിസൈനിൽ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ സ്വിങ് ത്രെഡ് അല്ലെങ്കിൽ സെറി ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ സിൽക്ക് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതേപോലെ അതിൻ്റെ അടിയിലൊരു കെട്ടിട്ട് കൊടുക്കാം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കെട്ട് ഇടുന്നതെന്നും താഴത്തുനിന്ന് മുകളിലേക്ക് എങ്ങനെയാണ് ത്രെഡ് എടുക്കുന്നതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഡിസൈനിൽ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഏതൊരു ഡിസൈനിൽ ആരി വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിന് നമ്മൾ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ലോക്ക് സ്റ്റിച്ച് എന്ന് പറയുന്ന ഒന്നുമില്ല, നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ചെറിയ ഒരു ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കും. അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മുകളിലേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ ആദ്യം നമുക്ക് ത്രെഡ് എടുക്കാം. എന്നിട്ട് മുകളിലേക്കല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴ്ഭാഗമല്ലേ, അവിടെ നമ്മളൊരു ചെറിയ ചെയിൻ സ്റ്റിച്ച് ഇതേപോലെ തയ്ച്ചു കൊടുക്കണം. എന്നിട്ട് മുകളിലേക്ക് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് പോകണം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലോക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പം ആരിയിൽ ഏത് ഡിസൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇടുന്നത് നല്ലതാണ്. നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന് കുറച്ചുകൂടി ബലം കിട്ടും. അതേപോലെ അവിടെ നമുക്കൊരു പെർഫെക്ഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. താഴത്തെ കെട്ട് നല്ല ബലത്തിൽ കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ ഡിസൈനിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലോക്ക് സ്റ്റിച്ച് നമുക്കിപ്പോൾ താഴോട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്, അതായത് മുകൾ ഭാഗത്താണ് ഇതുപോലെ ലോക്ക് സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കുന്നത്. അപ്പോൾ ലോക്ക് സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കുമ്പം എത്രയും ചെറിയ ചെയിൻ സ്റ്റിച്ച് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. എന്നിട്ട് നമുക്ക് താഴോട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ താഴോട്ട് കോർണർ വരെ നമുക്ക് ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് കോർണറിൽ വരുമ്പോൾ നമുക്കൊരു ചെറിയ ലോക്ക് സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ചെയിൻ സ്റ്റിച്ച് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കേർവ് ഷേപ്പായിരിക്കും നമ്മുടെ കോർണറിൽ വരുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ലോക്ക് സ്റ്റിച്ച് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആ കോർണർ എത്രത്തോളം ഷാർപ്പായിട്ടാണ് അവിടെ വരുന്നതെന്ന്. ഇതാ കണ്ടോ, ഇതുപോലെ ഷാർപ്പായിട്ട് വരും. എന്നിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കും. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്ന സമയത്ത് നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം വലിയ ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കുക. പിന്നെ ചെറിയ ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലോക്ക് സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ താഴ്ഭാഗത്ത് നമുക്ക് ചെറിയൊരു ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള കോർണേഴ്സിലൊക്കെ, അപ്പോൾ ഇതേപോലെയുള്ള കോർണർ ഡിസൈൻസൊക്കെ വന്നാൽ നമ്മൾ ഇതേപോലെ തന്നെ ചെറിയ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. എന്നാൽ മാത്രമേ നമ്മുടെ ഡിസൈൻ നല്ല പെർഫെക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ഡിസൈനിൻ്റെ എല്ലാ കോർണേഴ്സിലും സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഡിസൈന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം നിങ്ങൾ ഇതേപോലെ കുറേ ഡിസൈൻസ് വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ പിന്നെ ഡിസൈൻസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പം നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം കുറച്ച് വലുപ്പത്തിലുള്ള ഡിസൈൻസൊക്കെ വരച്ചിട്ട് വലിയ രീതിയിൽ തന്നെ ചെയിൻ സ്റ്റിച്ച് തയ്ക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് എയിം ആയി കഴിയുമ്പം ചെറിയ ചെയിന് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ്. ഇനി നമുക്ക് ഈ സ്ക്വയർ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കോർണറിൽ നിന്നല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, സെൻറ്റർ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മളിവിടെ ലോക്ക് സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കുന്നില്ല, ഡയറക്റ്റ് നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് തയ്ച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ കോർണറിൽ വരുമ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ചെറിയ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം മുമ്പ് നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതേപോലെ തന്നെയാണ് ഈ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് 4 കോർണറിലും നമുക്ക്
ലോക്ക് സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കണം. എന്നിട്ട് എവിടെ നിന്നാണോ നമ്മൾ ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തത് അവിടെ വരുമ്പോൾ നമുക്ക് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡിസൈന് കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് ഈ ഡിസൈനിലും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു ചെറിയ ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഓരോ കോർണറിൽ വരുമ്പം ഇതേപോലെ ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് അപ്പോൾ ഇങ്ങനത്തെ ഡിസൈൻസിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ എങ്ങനെയാണ് നമ്മളുടെ നീഡിലിൻ്റെ ഹുക്ക് തിരിയുന്നതെന്നും അടിയിലത്തെ നൂല് എങ്ങനെയാണ് ചുറ്റി കൊടുക്കേണ്ടതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് തന്നെ വേണം നമുക്ക് ഈ ഡയറക്ഷനിലെല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഡിസൈൻസിൽ പ്രാക്ടീസ് ചെയ്താലേ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഈ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെയും നമ്മൾ മുമ്പ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ചെറിയ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് കോർണറിൻ്റെ ഭാഗം വരുമ്പം നമുക്ക് മുമ്പ് ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ചെറിയ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ ഡിസൈൻസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഡിസൈൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഡിസൈൻസ്, അതായത് റെക്റ്റാങ്കിൾ, ഹെക്സഗണ്, സ്റ്റാർ അങ്ങനെയൊക്കെ വരുമല്ലോ, ഇതുപോലെ കോർണേഴ്സിലൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതാകുമ്പോൾ കോർണർ കുറേ ഉണ്ട് നമുക്ക് ഈ ഹെക്സഗൺ ആണെങ്കിലും സ്റ്റാർസിലൊക്കെ ആണെങ്കിലും. അപ്പോൾ നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമുക്ക്. അപ്പോൾ നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ സർക്കിളിലും അതുപോലെ കേർവ്സിലും ഒക്കെ ആയിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. പറ്റില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്, എല്ലാവരെയും കൊണ്ടും പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.